അപ്പൊ തീരുമാനിച്ചതാ ഇനി ഞാൻ ഗൾഫിലേക്കില്ല. അവർക്ക് എന്റെ നേര കൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവർക്ക് പ്രശ്നം? അവരെന്തോ ചെയ്തു പോട്ടെ. നാട് വിടുന്നത് കൊണ്ട് ഒരാളും പ്രവാസിയാവുന്നില്ല. എനിക്കെന്റെ നാട് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവൻ മാത്രമാണ് പ്രവാസി. നമസ്കാരം. ഞാനിപ്പോൾ പ്രിയപ്പെട്ട ക്രിസ് വേണുഗോപാൽ ചേട്ടനോടൊപ്പമാണുള്ളത്. ചേട്ടാ നമസ്കാരം. പ്രവാസികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരുപാട് വർഷം ദുബൈയുടെ ശബ്ദമായി മാറി, ശബ്ദം തന്നെയാണ്. എവിടെ നോക്കിയാലും, കാറിലായിരുന്നാലും വീട്ടിലായിരുന്നാലും അങ്ങനെ നിന്ന ഒരു ആളാണ് താങ്കൾ. എപ്പോഴായിരുന്നു ശരിക്കും ഗൾഫിലേക്ക് ഒരു പ്രവാസിയായി എത്തിയത്? രണ്ട് പീസായിട്ടാണ്. ആദ്യം 98 ഞാൻ ഒരിക്കൽ വെബ് ഡിസൈനറായിട്ട് ഞാൻ ഡേറയിലുണ്ടായിരുന്നു. മൊറക്കബാദ് സ്ട്രീറ്റിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. അവിടെ തന്നെയായിരുന്നു മറ്റേ പഴയ ഒരു സ്പിനീസ് ഉണ്ടായിരുന്നു, സൂക്കൽ മർക്കാസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു വീട്ടിൽ താമസിച്ച് ഞാനൊരു ചെറിയൊരു സ്പാൻ, ഒരു 6 മാസം 7 മാസം ഞാൻ അവിടെ ഒരു വെബ് ഡിസൈനറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ആ പ്രാവശ്യം അവിടുത്തെ ഒരു സിറ്റുവേഷൻ കാരണം വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്നു. അപ്പൊ തീരുമാനിച്ചതാ ഇനി ഞാൻ ഗൾഫിലേക്കില്ല, ഇനി കാല് കുത്തുന്നില്ല, വിസിറ്റിന് പോലും എനിക്ക് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞ് തീരുമാനിച്ചു. പക്ഷെ ലൈഫ് മുന്നോട്ട് പോയ സമയത്ത് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഞാൻ ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 ഓപ്ഷനാണ് വന്നത്. അതായത് ഞാൻ ശരി നാട് വിടാം, കുറച്ച് ദിവസം മാറി നിൽക്കാം എന്ന് തീരുമാനിച്ച സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, അമൃത ടിവിയിൽ പ്രൊഡ്യൂസർ ആവുക. ഇന്റർവ്യൂ കഴിഞ്ഞു, ശ്യാമ സാറിനെ കണ്ടു, സാറ് പ്രപ്പോസൽ കൊണ്ടുവരാൻ പറഞ്ഞു, എവറിത്തിങ് ഇസ് ഫൈൻ. രണ്ടാമത് എനിക്ക് വന്നതെന്ന് വെച്ചാൽ അജിത് മേനൻ എന്നെ വിളിക്കുന്നു. അപ്പോൾ അജിത് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ 4-ാം തീയതി ഐ തിങ്ക് ഇറ്റ് വാസ് എൻഡ് ഓഫ് മെയ് എറണാകുളത്തൊന്ന് വരണം. അപ്പോൾ ചെന്ന് കണ്ടു സംസാരിച്ചു. ഐ തോട്ട് ഓക്കെ. എനിക്ക് റേഡിയോ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് റേഡിയോ ഒത്തിരി ഇഷ്ടമുള്ളൊരു മീഡിയമാണ്, കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രഷറാണ്, അപ്പം അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ ഫ്രഷേഴ്സിനെയാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ജൂൺ 6-ാം തീയതി ദുബായിൽ വന്ന് ലാൻഡ് ചെയ്തത് റെസ്റ്റ് വാസ് ഹിസ്റ്ററി. കാരണം അടുത്തൊരു 14 വർഷം ഞാൻ നാട്ടിലേക്ക് വരുന്നത് കുറവായിരുന്നു, അവിടെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് 2018 തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസ്, കുറേ കാര്യങ്ങൾ, പലതും കുറേ രസകരമായിട്ട് സംഭവങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാസം തോറും ദുബായിൽ വന്ന് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുക. സോ ദുബായിലേക്ക് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരു മേജർ ചങ്ക്, ഇപ്പോൾ 50 വയസ്സായി, 50 വയസ്സിനിടയിൽ ഒരു മേജർ ചങ്ക് എന്ന് പറയുമ്പോൾ ഒരു 16 വർഷം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ആ നാട് എൻ്റെ നാട് തന്നെയാണ്, ആ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ തന്നെയാണ്. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ ദുബായിലുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എവിടെയോ ഒരു നൊസ്റ്റാൾജിയ. പണ്ട് എൻ്റെ സ്വന്തം നാട്ടുകാർ എന്ന് പറഞ്ഞിരുന്ന ദുബായിലെ പ്രവാസികൾ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ ഗിരീഷ് ഏട്ടനോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പ്രവാസികളോട് എന്താ പറയാനുള്ളത്? അപ്പോൾ ഗിരീഷ് ഏട്ടൻ പറഞ്ഞൊരു വാക്യമുണ്ട്. ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ, ആരാണ് പ്രവാസി? നാട് മനസ്സിൽ നിന്ന് വിട്ടുപോയാലല്ലേ പ്രവാസിയാവുള്ളൂ. അവിടെ നാട്ടിലുള്ളവരെല്ലാവരും നാട്ടിനെ തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്, അവരൊരിക്കലും പ്രവാസികളല്ല. കറക്റ്റ്, അത് സത്യമാണ്. അപ്പോൾ നാട് മനസ്സിലുള്ളവർ പ്രവാസിയാണെന്നുണ്ടെങ്കിൽ ഞാനും പ്രവാസിയല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഐ റിയലൈസ് ദാറ്റ് ചുമ്മാ നാട് വിടുന്നത് കൊണ്ട് ഒരാളും പ്രവാസിയാവുന്നില്ല. എനിക്കെൻ്റെ നാട് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവൻ മാത്രമാണ് പ്രവാസി. അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ ആരും പ്രവാസികളല്ല. കാരണം എപ്പോഴും നാടും ഓണവും വിഷുവും എല്ലാം കേരളത്തിന് അവിടെ കൊണ്ടുവരുന്നത്. നാട്ടിനേക്കാൾ കൂടുതൽ ആഘോഷങ്ങൾ. ഇപ്പം ഓണമായിരുന്നാൽ ഓണം തുടങ്ങി ഓഗസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗൾഫിൽ അത് തീരണമെങ്കിൽ ഡിസംബർ ക്രിസ്മസിന്റെ ആഘോഷം തുടങ്ങണം. അതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, എല്ലാവരും ചോദിക്കും ഇത്ര ചെറിയ പ്രായത്തിൽ നരച്ചതെങ്ങനെ. ഞാൻ പറഞ്ഞു, പൊതുവെ പ്രായം പറയുന്നത് ഓണം ഉണ്ണുക എന്നുള്ളൊരു കണക്കാണ്. അതായത് ഒരാൾ ഒരു വർഷം ഒരു ഓണം ഉണ്ണും. ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു വർഷം തന്നെ 15-16 ഓണം ഉണ്ടിട്ടുള്ളത്. കാരണം ഓരോ സംഘടനകൾ വിളിക്കും, അവിടെ പോവും. അപ്പൊ ഈ ഓണം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10-40 ഓണം ഞാൻ എക്സ്ട്രാ ഉണ്ടത് കൊണ്ടാണ് പ്രായമായി പോയത്. അല്ല, പ്രായമായി പോയി താങ്കളുടെ നരച്ച ദീക്ഷ ഇതെല്ലാം ഒരു പക്ഷേ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. വിമർശനത്തിനേക്കാളും കൂടുതൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഗോപി സാർ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിപ്പിച്ചു. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ഈ ക്ലാസ്സുള്ള ഗോപി സാർ എപ്പോഴും പറയും, കേരളത്തിൽ ഒരാൾക്കും ധൈര്യമില്ല,
പ്രായമായാൽ മുടി ഡൈ ചെയ്തിട്ട് എനിക്ക് പ്രായമായില്ല എന്ന് കള്ളം പറയുന്നവരാണ്. അപ്പൊ എന്റെ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ്, എന്തിന് ഡൈ ചെയ്യണം? ഞാൻ എങ്ങനെയാണോ അങ്ങനെ മതി. എനിക്ക് 9ാം ക്ലാസ്സിൽ മുടി നരച്ചതാണ്. അപ്പൊ ഇടയ്ക്ക് ഫങ്ഷൻസിനൊക്കെ ഫോഴ്സ് ചെയ്യുമ്പം കളർ ചെയ്യുമെന്നല്ലാതെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒറിജിനൽ രൂപത്തിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഞാൻ മുടി കളർ ചെയ്തു എന്ന് പറയുന്നത് ദാറ്റ് വാസ് ഫോർ ഒരു ഷൂട്ടിന്റെ ഒരു ദിവസത്തിന് എൻ്റെ ചെറിയ പ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരിക്കൽ നരപ്പിച്ചു. അത് തന്നെ വലിയ പാടായിരുന്നു. അപ്പൊ ഐ ലൈക്ക് ടു റിമെയിൻ ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്. പ്രകൃതി എന്നെ ആക്കിയത് ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ എന്തിനു ഞാൻ കള്ളം പറയണം? അതൊരു പക്ഷേ ഇപ്പോഴത്തെ ഒരു പാഷനാണല്ലോ ആൾക്കാർക്ക് ശരിക്കും ബ്ലാക്ക് ആയിട്ട് നിൽക്കുക എന്നുള്ളത്, അതായത് ഹെയറും ഒക്കെ. അല്ല, അത് ഒരാളുടെ ചോയ്സ് ആണ്. ഞാൻ ഈ ഗോപി സാർ പറഞ്ഞ കാര്യം കൊണ്ട് ധൈര്യമില്ലാത്തവനാണ് എന്ന് ഗോപി സാർ പറയുമ്പോൾ എനിക്ക് ആ ധൈര്യം ഉണ്ട് എന്ന് പറയാം. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, നമ്മളെല്ലാം ഡിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. ആരെന്ത് പറയുന്നു അതിനെ ഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പ്രോബ്ലി ആ ഡിഫയൻസ് ആയിരിക്കാം ഞാൻ കളർ ചെയ്യാതിരുന്നത്. പിന്നെ അവിടെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷോസിനൊക്കെ അങ്ങനെ വയസ്സായിട്ടുള്ള ഒരാളെ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് അത്രയും പ്രായമായിട്ടില്ലായിരുന്നു അന്ന്. അങ്ങനെ ഇടയ്ക്ക് കളർ ചെയ്തു എന്നല്ലാതെ പിന്നെ ഐ ലൈക്ക് ടു റിമെയിൻ ദ സെയിം. ഇപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ വിമർശനം വന്നത് ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പം അതിന് ആൾക്കാർക്ക് പല രീതിയിൽ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നി. അതെ അതെ. അപ്പൊ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നുള്ളതാണ് ശരിക്കും സംഭവം. അതായത് ദിവ്യനെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുമോള് ചിലപ്പോൾ ആഗ്രഹിച്ചവരുണ്ടാവാം, കല്യാണം കഴിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചാൽ വരും എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. പക്ഷെ കുഞ്ഞുമോൾ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ആൾക്കാർ പറയുന്നത് മുഴുവനും അസൂയ, കണ്ണുകടി, അവർക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടുന്നില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല, ഈ ഫ്രസ്ട്രേഷനാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് അവർക്ക് എൻ്റെ നേരെ കൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവർക്ക് പ്രശ്നം? അതെ, അവരെന്തോ ചെയ്തു പോട്ടെ. അല്ല, അതുപോലെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള റീൽസും ഒക്കെ വൈറലായിരുന്നല്ലോ. ഇപ്പോഴും എയറിൽ നിർത്താനുള്ള ശ്രമമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഈ മുതുക്കൻ എവിടെ പോയി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ വീട്ടിൽ ആർക്കും പ്രായമാവില്ലേ? ഈ പറയുന്ന ആൾക്കാർ ഈ 5 വയസ്സിൽ നിന്നുപോയ ആൾക്കാരാണോ? ഇല്ലല്ലോ, എല്ലാവരും പ്രായമാവും. തീർച്ചയായിട്ടും. ഞാൻ മുതുക്കനായി എന്ന് തോന്നുന്ന ആൾക്കാർ സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് ഇതാണോ ഒറിജിനൽ ഞാൻ എന്ന് ചോദിക്കാം. അപ്പൊ അത് മനസ്സിലാവും അവർക്ക്. അത് കറക്റ്റാ താങ്കൾ പറഞ്ഞത്. കാരണം എല്ലാവരും കാലഘട്ടങ്ങളിൽ മാറിയാണ്. ഈ കംപ്ലൈന്റ് ചെയ്യുന്നതും ഈ തെറി പറയുന്ന ആൾക്കാരെല്ലാം 60-70 വയസ്സായ ആൾക്കാരാണ്. ഞാൻ അവരെക്കാളും 10 വയസ്സാണ്. എനിക്ക് ചീത്ത വിളിക്കാനും പറ്റില്ല. കാരണം പ്രായം കൂടി ഒരു ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രായം കൂടി അമ്മച്ചിമാരും അമ്മാവന്മാരും ഈ അപ്പൂപ്പന്മാരും ഒക്കെ എന്നെ ചീത്ത വിളിക്കുക എനിക്ക് ചിരിയാ വരിക. കാരണം ഇവർക്ക് ഇത്രയും സംസ്കാരം കുറഞ്ഞു പോയല്ലോ. മലയാളി, പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയണ ഈ മലയാളി സംസ്കാരത്തിനെ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടി ചീത്ത വിളിക്കുന്ന കുറെ ആൾക്കാരെ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് മാറി നമ്മൾ വരുമ്പോഴേക്കും ഹിറ്റ് FM ജോലി ചെയ്തിരുന്ന കാലം, അതിന് എങ്ങനെയാണ് കാണുന്നത് ഇപ്പോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം കേട്ടിട്ടുള്ള പണ്ട് സുഭാഷിതവും ഓൾ ഇന്ത്യ റേഡിയോയില് സുഭാഷിതവും സംസ്കൃതത്തിലെ വാർത്തയും ഡൽഹിയിൽ നിന്നുള്ള വാണിജ്യ പ്രക്ഷേപണവും ഇഷ്ടഗാനങ്ങളും ഇതെല്ലാമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ശബ്ദരേഖ, ചലച്ചിത്ര ശബ്ദരേഖ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ റേഡിയോ കേട്ടിട്ടുള്ള ഒരു കൾച്ചർ വേറെയാണ്. അവിടെ രാമേന്ദ്രൻ സാറും ബാക്കി ഓരോ വലിയ വലിയ ആർട്ടിസ്റ്റ് അവരെയൊക്കെ കേട്ട് വളർന്നിട്ടില്ല. ഇപ്പോൾ കൗതുക വാർത്തകൾ ഞാൻ സൺഡേ തോറും കേട്ടിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കണ്ടല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്യോർ ഇൻഫർമേഷൻ അത്ര രസകരമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ, റേഡിയോ അമ്മാവൻ, ഇങ്ങനെയൊക്കെ ഓരോ കോൺസെപ്റ്റ് വന്നപ്പം, അല്ലെങ്കിൽ ഇപ്പോൾ EM ആകാശവാണി, സംപ്രതി വാർത്ത, ഹഷുയന്ത, പ്രവാചക, ബലദേവാനന്ദ സാഗർ ഞാൻ പിന്നെ കണ്ടു. അപ്പൊ എനിക്ക് അതെല്ലാം ഒരു മനസ്സിൽ കൊച്ചുകുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ റേഡിയോ കേട്ടിട്ടാണ് പോവുക. അപ്പൊ ആ സാധനം എനിക്ക് അതിലൊരു പ്രസന്റർ ആവാൻ പറ്റും എന്ന് വന്നത് ജൂൺ 6-ാം തീയതി ഞാൻ ലാൻഡ് ചെയ്തു. 9-ാം തീയതി ഫസ്റ്റ് ഷോ. അപ്പോൾ അലോട്ട് ചെയ്തത് എന്നെയും അർഫാസിനെയാണ് അലോട്ട് ചെയ്തത് ഫസ്റ്റ് ഷോ. അപ്പോൾ അന്ന് വളരെ ഒരു ടെൻഷനോട് കൂടി, കാരണം ഞാൻ ഈ ഫെയിലറോ അല്ലെങ്കിൽ കൺസോളോ ഒന്നും കണ്ടിട്ടില്ല, ഒരു ധൈര്യത്തിൽ തുടങ്ങിയത്. കാരണം എന്നെ വോയിസ് പഠിപ്പിച്ചത് ബക്കു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ദീദിയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു TV ഷോന്ന് റിജക്റ്റ് ആയ ആൾക്കാരാണ്. കാരണം ഞങ്ങളുടെ ഓവർ സൈസ്ഡ് ആയത് കാരണം കൊച്ചു കുട്ടികളുടെ ഷോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ആയ ആൾക്കാരാണ്. അപ്പോൾ MR രാജൻ സാർ ഏഷ്യാനെറ്റിൽ അദ്ദേഹമാണ് ഞങ്ങളെ പറഞ്ഞത് കുട്ടികളുടെ ഷോ ആയതുകൊണ്ടാണ്, എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റിങ് സ്കിൽസ് ഒക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ബക്കുവാണ് എന്നെ വോയിസിൽ ട്രെയിൻ ചെയ്തത്. ഇങ്ങനെ വോയിസ് യൂസ് ചെയ്യാം, ഇതാണ് ഇതിൻ്റെ ടാക്ടിക് എന്ന് പറഞ്ഞ് ഒറ്റ ദിവസം ട്രെയിൻ ചെയ്ത് ഞാൻ ഡോക്യുമെൻ്ററി വോയിസ് ഓവറിൽ തുടങ്ങിയതാണ്. ആ അറിയാവുന്നത് തൊട്ട് തുടങ്ങി പിന്നെ ഒരു 16 വർഷക്കാലം ഞാൻ ഈ വോയിസിൻ്റെ പല ലെവലിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും
കൂടുതൽ ഇൻഫർമേഷൻ, എങ്ങനെയാണ് ഒരു കമേഴ്ഷ്യൽ ചെയ്യുക, എങ്ങനെ ചെയ്താൽ റിജക്റ്റ് ആവും, എന്ത് ചെയ്യാൻ പാടില്ല, ഈ പഠനം തന്നെയായിരുന്നു ഈ 16 കൊല്ലം. അപ്പോൾ ഹിറ്റ് എഫ് എമ്മിൻ്റെ ആദ്യത്തെ, അതായത് 2004 തൊട്ട് 2009 വരെയുള്ള ആ 5 വർഷക്കാലം ഐ വുഡ് സേ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്രോയിങ് ഇയേഴ്സാണ്. കാരണം ഞങ്ങൾ തുടങ്ങിയ 6 മാസത്തിനകം വേറൊരു റേഡിയോ സ്റ്റേഷൻ അടച്ചുപൂട്ടി. അപ്പം ഞങ്ങൾ സക്സസ് ആയി എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഇത് ഞങ്ങൾ 6 മാസത്തിനകത്ത് തന്നെ അറിഞ്ഞു. അതിനുശേഷം ബെസ്റ്റ് മെയിൽ ജോക്ക്, ബെസ്റ്റ് ഷോ, അങ്ങനെ അവാർഡ്സ് ഒക്കെ കിട്ടി. ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി, ആൾക്കാർ സംസാരിച്ചു തുടങ്ങി. അപ്പോഴറിഞ്ഞു 24 മണിക്കൂറും റേഡിയോ വീട്ടിൽ പ്ലേ ചെയ്യുന്ന വീടുകളുണ്ടെന്ന് അറിഞ്ഞു. വർക്ക് ഫോഴ്സ് അവർ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനത്തിന് ഇതാണെന്നറിഞ്ഞു. റേഡിയോ ഒരു ആശ്വാസം തന്നെയാണ്. അപ്പം അങ്ങനെ ഹിറ്റ് എഫ് എമ്മിൻ്റെ കാലത്ത് മോർണിംഗ് ഷോ ചെയ്തു, മിഡ് മോർണിംഗ് ഷോ ചെയ്തു, ആഫ്റ്റർനൂൺ റിക്വസ്റ്റ് ഷോ ചെയ്തു, ഈവനിങ് ഷോ, ഡ്രൈവ് ടൈം ഷോ ചെയ്തു, ഈവനിങ് റിക്വസ്റ്റ് ഷോ ചെയ്തു, രാത്രിത്തെ ലേറ്റ് നൈറ്റ് ഷോ ചെയ്തു. എല്ലാ ഫോമാറ്റും ചെയ്തു നോക്കി. 700ഓളം ഇൻ്റർവ്യൂസ് ചെയ്തു. ഇറ്റ് മെയ്ഡ് മീ എ ബെറ്റർ പേഴ്സൺ. അത് ഹിറ്റ് എഫ് എം മാത്രമല്ല, ഐ വുഡ് ആട്രിബ്യൂട്ട് ടു ഹിറ്റ് എഫ് എം ഉണ്ട്. അത് കഴിഞ്ഞ് 89.5 തമിഴ് റേഡിയോ ഉണ്ട്. സിറ്റി 1016 ഹിന്ദി ഷോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റേഡിയോ മീയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 റേഡിയോയും 3 ഭാഷയിലുമായിട്ട് 6 ഭാഷയിൽ കമേഴ്ഷ്യൽ വോയിസ് ഓവർ ചെയ്ത ആ ദുബായിലെ കാലഘട്ടം വരെ ഇന്ന് വെൻ ഐ ലുക്ക് ബാക്ക്, എൻ്റെ ഒരു വാട്ട് ഷുഡ് ഐ സേ, എൻ്റെ ബോഡി ഓഫ് വർക്ക് എന്ന് പറയുന്നത് 15,000 മണിക്കൂർ ഓൺ എയർ പോയിട്ടുണ്ട് എല്ലാ സെഗ്മെന്റ്സും. 27,000 കമേഴ്ഷ്യൽ ചെയ്തിട്ടുണ്ട്. 700ഓളം ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയോ എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് അന്ന് തുടങ്ങി ഞാൻ പഠിച്ച് ഡോക്യുമെൻ്ററി വോയിസ് ഓവർ തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് 16 വർഷക്കാലം റേഡിയോയിലുള്ള സമയവും അത് കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ കമേഴ്ഷ്യലും കോർപ്പറേറ്റ് വീഡിയോസും IBRും എല്ലാം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് തരുന്നതെന്നാണ് പറയണത്. സോ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. അതിന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കബീർ എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹവും ഞാനും കൂടെ ചേർന്ന് വി വർ ഡെവലപ്പിംഗ്. ഇപ്പോഴും അതിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും ഇതെത്തണം. ഓക്കെ, പ്രോപ്പറായിട്ട് എനിക്ക് വോയിസ് പഠിക്കണം എന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആര് പഠിപ്പിക്കുന്നു? UK ഒരു മണിക്കൂറിന് 70 പൗണ്ട് കൊടുത്താലേ അവർ സംസാരിക്കുക പോലും ഉള്ളൂ. അവർ ടാക്ടിക്സ് ഒന്നും പറഞ്ഞു തരില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം, ഫുൾ പറഞ്ഞു കൊടുക്കാം, എന്താ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കൊടുക്കാം. ട്രെയിനിങ് ഒരു മോഡ്യൂൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഇപ്പോഴും ആ പ്ലാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി ആർ ഗോയിങ് ടുവേർഡ്സ് വേൾഡ്സ് ഫസ്റ്റ് വോയിസ് യൂണിവേഴ്സിറ്റി. ഗ്രേറ്റ്. അപ്പോൾ വോക്കൽ ആർട്സ്, ഈ വോക്കൽ ആർട്സ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് സംസാരിക്കുന്നതാവാം, പ്രസന്റേഷൻ ആവാം, റേഡിയോ ആവാം, ടെലിവിഷൻ ആവാം, അല്ലെങ്കിൽ ഡിബേറ്റ് പോലത്തെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ആവാം, സിംഗിങ് ആവാം, മിമിക്രി ആവാം, ഏത് മേഖലയും എവിടെ വോയിസ് ഉണ്ടോ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോന്നിനും ഓരോ സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പൊ സിംഗിങ്ങിന് വേറെ റൂൾസ് ആണ്, വോയിസിങ്ങിന് വേറെ റൂൾസ് ആണ്, കമേഴ്ഷ്യൽ വോയിസ് ഓവർ വേറെ റൂൾസ് ആണ്, ഡോക്യുമെന്ററി വേറെ വോയിസ് ഓവർ ഇതാണ്, IVR ചെയ്യുന്ന വേറെ ഇതാണ്. ഇത് ഓരോന്നും ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ഡിഗ്രി കോഴ്സ്, പിന്നെ മാസ്റ്റേഴ്സ്, ഏതെങ്കിലും ഒന്നിൽ മാസ്റ്റർ ചെയ്യണമെങ്കിൽ മാസ്റ്റേഴ്സ്, റിസർച്ച് ചെയ്യണമെങ്കിൽ റിസർച്ച് ചെയ്യുക. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.